ഇന്നത്തെ നമ്മളെ റെസിപ്പി ഒരു ചിക്കൻ കൊണ്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ വ്യൂസൊക്കെ റിക്വസ്റ്റ് ചെയ്ത പ്രകാരം ഒരു ലാവ ചിക്കൻ റെഡിയാക്കി കാണിക്കുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം ചിക്കൻ ചെറിയ പീസുകളായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കൊരു 2 നുള്ള ഉപ്പ് കൂടി ചേർക്കാം കേട്ടോ. കൂടുതൽ ഉപ്പ് ചേർക്കരുത്, സോയ സോസിൽ ഉപ്പുണ്ടാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ചിക്കനിൽ സോയ സോസും കോൺഫ്ലോറൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉടനെ തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം ഇതുപോലെ ഓരോ പീസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. മുഴുവനായിട്ട് ഒന്നിച്ച് കോരിയിട്ട് കൊടുക്കരുത്. ഇതുപോലെ ഓരോ പീസായിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. നമ്മൾ ഇങ്ങനെ ഓരോ പീസ് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ നമുക്ക് 2 വശവും ഫ്രൈ ആക്കിയതിന് ശേഷം കോരി മാറ്റാം. ഇതുപോലെ മുഴുവൻ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കണം. മൂത്ത മണം വന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്കൊരു 300 ml പാൽ ഒഴിച്ചു കൊടുക്കണം. ആദ്യം കുറച്ച് പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടകളൊക്കെ ഉടച്ചെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കട്ടകളൊക്കെ ഉടഞ്ഞ് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഈ ഒരു പരുവം മതി കേട്ടോ. ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടെ കട്ടി കൂടും. ഇനി നമുക്ക് ചിക്കനും ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ വൈറ്റ് സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മയോണൈസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത ഉണക്കമുളക് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ബൗളിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഈ സോസ് മിക്സ് ചെയ്തത് കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ചുറ്റിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ചേർത്ത് കൊടുക്കാം. ഫ്രഞ്ച് ഫ്രൈസും ഇതുപോലെ നിരത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച സോസ് വീണ്ടും കുറച്ച് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതുപോലെ മുകളിലൊന്ന് വിതറി കൊടുക്കാം. ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും സോസൊക്കെ തീരുന്നത് വരെ ഇതേപോലെ ലെയർ ചെയ്തെടുക്കണം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഗ്രേറ്റ് ചെയ്ത മൊസറല്ല ചീസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ചെഡാർ ചീസാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ ചെഡാർ ചീസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൊസറല്ല ചീസിനെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. ഇങ്ങനെ മുകൾ ഭാഗം മുഴുവനായിട്ട് കവർ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കിയെടുത്ത വൈറ്റ് സോസ് ഒന്ന് ഇതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അവസാനം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അല്പം ക്രഷ് ചെയ്ത ഉണക്കമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സെറ്റിങ് തീർന്നു. ഇനി നമുക്കിതൊരു ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ആവി കയറ്റിയെടുക്കണം. ഇങ്ങനെ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ദാ ചീസൊക്കെ മെൽറ്റായി നല്ലപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യുക. അതിൽ ഓൾ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ വീണ്ടും വരുന്നതുവരെ ബൈ.